Hi friends, Exam Selective Study ചാനലിലേക്ക് സ്വാഗതം. ലാബ് അസിസ്റ്റന്റ് എക്സാം കേരള വാട്ടർ അതോറിറ്റി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ബേസ്ഡ് മോക്ക് ടെസ്റ്റ്. വിവിധ ലാബ് അസിസ്റ്റന്റ് എക്സാമുകളിൽ നടത്തിയ ചോദ്യപേപ്പറിലെ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റാണ് നോക്കുന്നത്. ലാബ് അസിസ്റ്റന്റ് കേരള വാട്ടർ അതോറിറ്റി സിലബസ് ഇതുവരെ വന്നിട്ടില്ല. +2 ആണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. +2 ക്വാളിഫിക്കേഷൻ ആയതുകൊണ്ട് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റാണ് നോക്കുന്നത്. അപ്പോൾ ഇന്നത്തെ മോക്ക് ടെസ്റ്റിൽ നോക്കുന്നത് ബയോളജി ക്വസ്റ്റ്യൻസ് ആണ്. ഈ ചോദ്യങ്ങളാണ് എടുത്തിരിക്കുന്നത് PSC നടത്തിയ ചോദ്യപേപ്പറിലെ ചോദ്യങ്ങളിൽ നിന്നാണ്. PSCയുടെ ഫൈനൽ ലാൻഡ്സ്കേപ്പ് പ്രകാരമാണ് മോക്ക് ടെസ്റ്റിനുള്ള ചോദ്യോത്തരങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. എക്സാം എഴുതുന്ന അതേ ഗൗരവത്തോടെ അതിന് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. കൂടുതൽ ക്ലാസ്സുകൾ പെട്ടെന്ന് കിട്ടാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ മോക്ക് ടെസ്റ്റിൽ നമ്മൾ നോക്കുന്നത് ബയോളജി ക്വസ്റ്റ്യൻസ് ആണ്. വരും ദിവസങ്ങളിലെ ക്ലാസ്സുകൾ ഫിസിക്സ്, കെമിസ്ട്രി ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള മോക്ക് ടെസ്റ്റുകളുണ്ടായിരിക്കും. ക്ലാസ്സുകൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, ABO blood group system was introduced by options Anton von Leeuwenhoek, Robert Frost, Louis Pasteur, Karl Landsteiner. Answer: Karl Landsteiner. ABO blood group system was introduced by Karl Landsteiner. അടുത്ത ചോദ്യം, non-enzymatic addition of any sugar to protein is called option glycosylation, glycogenation, glycation, glycolysis. Answer: ഗ്ലൈക്കേഷൻ. ചോദ്യങ്ങളും ഓപ്ഷൻസൊക്കെ നന്നായിട്ട് വായിക്കുക. നോൺ എൻസൈമാറ്റിക് അഡീഷൻ ഓഫ് എനി ഷുഗർ ടു പ്രോട്ടീൻ ഈസ് കോൾഡ് ഗ്ലൈക്കേഷൻ. ഒരുപോലെ ഇരിക്കുന്ന ഓപ്ഷൻസ് ആണ്. ഏകദേശം ഓപ്ഷൻസ് എല്ലാം കണ്ടാൽ ഒരുപോലെ ഇരിക്കും. അപ്പോൾ ഏതൊരു എക്സാമിന് പോകുമ്പോഴും ചോദ്യങ്ങളും ഓപ്ഷൻസൊക്കെ നന്നായിട്ട് വായിച്ചിട്ട് വേണം ആൻസർ അറ്റൻഡ് ചെയ്യാൻ. അടുത്ത ചോദ്യം, ഫ്രം ദ ഫോളോയിങ് പ്ലാന്റ്സ് വിച്ച് വൺ ഈസ് എ ഡയേഷ്യസ് പ്ലാന്റ്? ഓപ്ഷൻസ് കോക്കനട്ട്, കുക്കർബിറ്റ, ഡേറ്റ് പാം, ഹിബിസ്കസ്. ആൻസർ: ഡേറ്റ് പാം. From the following plants, which one is a dioecious plant? Date palm. അടുത്ത ചോദ്യം, function of the nucleolus is options controlling cell activities, biosynthesis of ribosome subunits, motility of cell, formation of basal bodies. Answer: biosynthesis of ribosome subunits. Function of the nucleolus is biosynthesis of ribosome subunit. Your support is our strength. നിങ്ങളുടെ പോസിറ്റീവ് റെസ്പോൺസസ് ആണ് ഞങ്ങൾക്ക് മുന്നോട്ടുള്ള പോസിറ്റീവ് ഇൻസ്പിറേഷൻ. അപ്പോൾ നിങ്ങൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ചാണ് ക്ലാസ്സുകൾ മോഡിഫൈ ചെയ്യുന്നത്. ഏതൊക്കെ ടോപ്പിക്കുള്ള ക്ലാസ്സുകൾ വേണം, മോക്ക് ടെസ്റ്റ് ആയിട്ടാണോ എക്സ്പ്ലനേഷനുള്ള ക്ലാസ് വേണം എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് പറയുക. നിങ്ങളുടെ പോസിറ്റീവ് സപ്പോർട്ടിന് ക്ലാസ്സുകൾ പെട്ടെന്ന് തന്നെ ആഡ് ചെയ്യാൻ കഴിയുന്നതാണ്. സോ യുവർ സപ്പോർട്ട് ഈസ് അവർ സ്ട്രെങ്ത്. സോ സബ്സ്ക്രൈബ് ദ ചാനൽ ഫോർ മോർ വീഡിയോസ്. അടുത്ത ചോദ്യം, സീഡ്സ് ഓഫ് സർട്ടൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് കണ്ടെയ്ൻ പെരിസ്പെർം. വാട്ട് ഈസ് പെരിസ്പെർം? Options persistent endosperm, persistent nucellus, cotyledon, unused endosperm. Answer: persistent nucellus. Seeds of certain flowering plants contain perisperm. What is perisperm? Persistent nucellus. അടുത്ത ചോദ്യം, ability of a plant cell to generate as a whole plant is known as options totipotency, pluripotency, biopotency, innate potency. Answer: totipotency. Ability of a plant cell to generate as a whole plant is known as totipotency. അടുത്ത ചോദ്യം, the process of elution during electrophoresis is options loading DNA, restriction digestion, staining. Separated DNA fragments are cut out from agarose gel and extracted from gel piece. Answer: separated DNA fragments are cut out from agarose gel and extracted from gel piece. The process of elution during electrophoresis is separated DNA fragments are cut out from agarose gel and extracted from gel piece. അടുത്ത ചോദ്യം, a single stranded DNA or RNA which is tagged with a radioactive molecule used in molecular diagnosis is known as options probe, primer, cDNA, RNAi. Answer: probe. A single stranded DNA or RNA which is tagged with a radioactive molecule used in molecular diagnosis is known as probe. അടുത്ത ചോദ്യം, name the ecological interaction between orchid and mango tree. Options amensalism, mutualism, commensalism, parasitism. Answer: commensalism. Name the ecological interaction between orchid and mango tree. Commensalism. അടുത്ത ചോദ്യം, name the ecological pyramid which is always upright. Options number pyramid, biomass pyramid, both A and B, energy pyramid. Answer: energy pyramid.
Name the ecological pyramid which is always upright. Energy pyramid. അടുത്ത ചോദ്യം terminalization of chiasmata occur at which stage of prophase 1? Options diplotene, diakinesis, leptotene, zygotene. Answer diakinesis. Terminalization of chiasmata occur at which stage of prophase 1? Diakinesis. The final stage of meiotic prophase 1 is diakinesis. This is marked by terminalization of chiasmata. അടുത്ത ചോദ്യം name the cells which synthesize and secrete testicular hormones called androgens. Options Leydig cell, Sertoli cells, male germ cell, spermatids. Answer Leydig cells. Name the cells which synthesize and secrete testicular hormones called androgens. Leydig cells. അടുത്ത ചോദ്യം The QRX complex in an ECG of a man represents. Options ventricular depolarization, atrial depolarization, ventricular repolarization, aerial repolarization. Answer ventricular depolarization. The QRS complex in an ECG of a man represents ventricular depolarization. അടുത്ത ചോദ്യം name the chromosomal disorder in which the affected individual expresses gynecomastia. Options Down syndrome, Klinefelter syndrome, Turner syndrome, acute immunodeficiency syndrome. Answer Klinefelter syndrome. Name the chromosomal disorder in which the affected individual expresses gynecomastia. Klinefelter syndrome. അടുത്ത ചോദ്യം one of the following organism is not included in the phylum Mollusca. Options Chaetopleura, Aplysia, Ophiura, Loligo. Answer Ophiura. അപ്പോൾ ചോദ്യം ശ്രദ്ധിച്ചു വായിക്കുക. ചോദ്യവും ഓപ്ഷൻസൊക്കെ ശ്രദ്ധിച്ചു വായിച്ചിട്ട് ആൻസർ അറ്റൻഡ് ചെയ്യുക. ഇവിടെ ചോദിച്ചിരിക്കുന്നത് നോട്ട് ഇൻക്ലൂഡ് ഇൻ ദ ഫൈലം മൊളുസ്ക. ഫൈലം മൊളുസ്കയിൽ ഉൾപ്പെടാത്ത ഓർഗാനിസം ഏതെന്നാണ് ചോദ്യം. തന്നിരിക്കുന്ന ഓപ്ഷനിൽ വരുന്ന ആൻസർ ഒഫ്യൂറയാണ്. ഒഫ്യൂറ ഓർ ബ്രിട്ടിൽ സ്റ്റാർ. ഇറ്റ് ബിലോങ്സ് ടു ഫൈലം എക്കൈനോഡെർമേറ്റ. ഫൈലം മൊളുസ്കിനെ കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന എക്സ്ട്രാ പോയിന്റ്സ് ഒക്കെ നിങ്ങളൊപ്പം തന്നെ പഠിച്ചു പോവുക. ഡയറി ഫാം ഇൻസ്ട്രക്ടർ എക്സാമിൽ എക്സ്ട്രാ പോയിന്റ്സിൽ നിന്ന് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ചോദിച്ചിരുന്ന ചോദ്യം ഫൈലം മൊളുസ്കയിൽ ഉൾപ്പെടാത്ത ഓർഗാനിസം ഏതെന്നാണ്. അപ്പോൾ ആ ചോദ്യത്തിന് ആൻസർ എഴുതണമെങ്കിൽ ഫൈലം മൊളുസ്കയിലുള്ള ഓർഗാനിസത്തിൻ്റെ പേര് അറിഞ്ഞിരിക്കണം. Phylum Mollusca, second largest animal phylum. The organisms included in the phylum Mollusca are Pilla or apple snail, 2. Pinctada or pearl oyster, 3. Sepia or cuttlefish, 4. Loliga or squid, 5. Octopus or devilfish, 6. Aplysia or sea hare, 7. Dentalium or tusk shell, 8. Chaetopleura or chiton. ഇത്രയാണ് ഫൈലം മൊളുസ്കയുടെ കീഴിൽ വരുന്ന ഓർഗാനിസം. ഇത്രയാണത്തെ ചോദ്യങ്ങൾ. ചോദ്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. കൂടുതൽ ക്ലാസ്സുകൾ പെട്ടെന്ന് കിട്ടാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്.